കാരണം ആണായാൽ മസ്കുലിനിറ്റി ആണ്, അതൊരു ഫാന്റസിയാണ്, അതാണ് എല്ലാവർക്കും വേണ്ടത്. ഈ കാണുന്ന സിനിമകളെല്ലാം ന്യൂഡിറ്റി നല്ല കൂടുതലാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ന്യൂഡിറ്റിയാണ് നല്ല രീതിയിൽ വിറ്റുപോകുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ സെക്സ് അല്ല വിൽക്കുന്നത്, ഒരു ആന്റിസിപ്പേഷനാണ് വിൽക്കുന്നത്, മനുഷ്യന്റെ ഉള്ളിലുള്ള ഫാന്റസിയാണ് വിൽക്കുന്നത്. സീൻ ബൈ സീൻ സെക്ഷൽ ടെൻഷൻ കൂട്ടിയിട്ട് ഒരു ഫോർബിഡൻ അട്രാക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. ഈ സീനുകൾ എപ്പോഴും റീവാച്ച് ചെയ്തും കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, ഇതിൽ കോസ്റ്റ്യൂമിന് നല്ല പ്രത്യേകതയുണ്ട്. അവർ വെറും ഒരു കോസ്റ്റ്യൂം അല്ല ധരിക്കുന്നത്. എല്ലാ ഫ്രെയിമിലും നിങ്ങൾക്ക് റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നീ നിറങ്ങൾ കാണാൻ പറ്റും. ഇതെല്ലാം ഐ സാച്ചുറേറ്റഡ് നിറങ്ങളാണ്. ഇതൊരു മാർക്കറ്റിംഗ് ആണ്. ഇതിൽ കോസ്റ്റ്യൂമും മാർക്കറ്റ് ചെയ്യാം. അതുമാത്രമല്ല, ഈ ജീവിതം നിങ്ങൾക്കും ജീവിക്കാൻ കഴിയും എന്നൊരു ഫാന്റസിയും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹെയർ സ്റ്റൈല്, ജിം ബോഡി, ലക്ഷറി, പാർട്ടീസ്, ഇതെല്ലാം നമുക്ക് തരുന്ന ഒരേ മെസ്സേജ് ആണ്, ഈ ജീവിതമൊക്കെ നിങ്ങൾക്ക് പറ്റും എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിരിക്കില്ല. ഓഫ് ക്യാമ്പസ് പുറമെ കാണുമ്പോൾ നല്ലൊരു ലവ് സ്റ്റോറിയായി തോന്നും, പക്ഷെ ഇതൊരു ഫാന്റസി പാക്കേജ് മാത്രമാണ്. സ്ത്രീകൾക്ക് ഹൈ വാല്യൂ ആയിട്ടുള്ള പുരുഷൻ എന്നെ മാത്രം സ്നേഹിക്കണം എന്നുള്ള ഒരു ഫാന്റസി ഉണ്ട്. അതുപോലെ പുരുഷനും ഞാനും ഹൈ വാല്യൂ സ്ട്രാറ്റജിക് മാൻ ആകും എന്നൊരു ഫാന്റസിയും ഉണ്ട്. ഈ ഫാന്റസി നടക്കില്ല എന്നൊന്നുമില്ല, പക്ഷെ അതിന് നല്ല സ്കില്ലും വേണം, കുറെ വർഷത്തെ ഹാർഡ് വർക്കും വേണം. ഈ ഹാർഡ് വർക്കിന് മിക്കവർക്കും ചെയ്യാൻ പറ്റാറില്ല. കാരണം ഇപ്പോഴത്തെ ജെൻസി സ്റ്റുഡൻസ് എല്ലാവരും അത്യാവശ്യം ലോൺലിനെസ് നന്നായിട്ട് അനുഭവിക്കുന്നവരാണ്. ഇവർക്ക് മൊബൈലിലൂടെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അവർക്ക് ഇൻഫർമേഷൻ തേടി എത്താൻ അറിയുന്നില്ല. അവർക്ക് ഡോപ്പമൈൻ ലെവൽ വളരെ കൂടുതലാണ്. അതുപോലെ ഡോപ്പമൈൻ ലെവൽ വളരെ താഴ്ന്നും പോവാറുണ്ട്. അവർക്ക് ലോൺലിനെസ്, ഡേറ്റിംഗ് ആങ്സൈറ്റി, ഐഡന്റിറ്റി കൺഫ്യൂഷൻ, സോഷ്യൽ മീഡിയ കമ്പാരിസൺ